എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിലൂടെ ലോറൻസ് സ്കുപ്പോളി ആധ്യാത്മിക വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ പിന്തുടരേണ്ട ചില അടിസ്ഥാനപരമായ വിവേകങ്ങളെക്കുറിച്ചാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ആധ്യാത്മിക ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പരിപൂർണതയ്ക്കായിട്ട് ആഗ്രഹിക്കണം എന്നുള്ള ഒരു ആശയം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായം ആരംഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിൽ നാം പിന്തുടരുന്ന പ്രാർത്ഥനയും ജാഗരണവും ഉപവാസവും ഒക്കെ അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക്, അതിൻ്റെ ആന്തരികമായ വിശുദ്ധിയിലേക്ക് കടന്നു ചെല്ലുന്നില്ലെങ്കിൽ അത് ബാഹ്യമായൊരു ജീവിതത്തിൻ്റെ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ അതുണ്ടാക്കാൻ ഇടയുള്ള അപകടങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചു വെച്ചത്. സ്വാഭാവികമായിട്ടും ആധ്യാത്മികത ഒരു ബാഹ്യമായ മോഡിയിൽ അവസാനിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ബാഹ്യമായ തലത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കുകയും ആന്തരികതയിലേക്ക് അത് സഞ്ചരിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ദൈവാനുഭവം സാധ്യമാകുന്നതിന് തടസ്സമായി തീരുകയും ചെയ്യുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം അടുത്ത അധ്യായങ്ങളിലൂടെ പ്രതിപാദിക്കുന്നത് ഈ ആധ്യാത്മികമായ അന്വേഷണത്തിൽ നമുക്കുണ്ടാകാനിടയുള്ള ചില അപകടങ്ങളുടെ മറ്റ് സാധ്യതകളെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. പ്രധാനമായി അദ്ദേഹം പറയുക, തന്നിൽ തന്നെ വിശ്വസിക്കുകയോ സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയോ അരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ പോരാട്ടത്തിൽ തന്നിൽ തന്നെ ആശ്രയിക്കാതിരിക്കുക എന്നത് സുപ്രധാനമാണ്. ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിത ലക്ഷ്യം നേടാനുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ശത്രുവിൻ്റെ ഏറ്റവും നിസാരമായ ആക്രമണത്തെ പോലും എതിർക്കുവാൻ ശക്തിയില്ലാത്തവരായി തീരും എന്നാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുവെന്ന് നാം സങ്കല്പിച്ച ചിലരെങ്കിലുമൊക്കെ പൊടുന്നനെ ജീവിതത്തിൽ അധപ്പതനങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ വലിയ ആത്മീയ നാശത്തിലേക്ക് കടന്നുപോയത്? അതിൻ്റെ കാരണം അന്വേഷിച്ചാൽ അവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങളിൽ തന്നെ ആശ്രയിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ നാശം അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിനെക്കുറിച്ചാണ് ഇദ്ദേഹം ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിവേകമാണ് ഇത്. അതായത് സ്വയം തൻ്റെ കഴിവിൽ, തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ സമ്പത്തിൽ എന്ന് തുടങ്ങിയ ഭൗതിക പരിസരങ്ങളിലെല്ലാം സ്വയം ആശ്രയം വെച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ചില മാനുഷിക മനോഭാവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു ആധ്യാത്മിക അവസ്ഥയാണ്. ഒരിക്കലും നമ്മളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എവിടെ ദൈവാശ്രയം വർദ്ധിക്കുന്നോ അവിടെ എളിമ വർദ്ധിക്കുന്നു. ആ എളിമ പുതിയ ആധ്യാത്മിക അവബോധത്തിലേക്ക് നമ്മളെ വഴി നടത്തും. തനിക്ക് എല്ലാം അറിയാമെന്നും പുറത്തുനിന്നുള്ള ഒരു സഹായവും ആവശ്യമില്ലെന്നും കരുതുന്ന ഒരാളിലേക്ക് നമ്മെ സഹായിക്കാനും പ്രകാശിപ്പിക്കാനുമായി വരുന്ന കൃപയ്ക്ക് എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പലരുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കടന്നു വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് എളിമയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ മനോഭാവം ഒരു കാരണവശാലും ആ വ്യക്തി തങ്ങളിൽ തന്നെ ആശ്രയിക്കരുത് എന്നുള്ളതാണ്. ദൈവത്തിന് സ്വയം വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ അവിടെ യുക്തിക്കോ അല്ലെങ്കിൽ ബുദ്ധിക്കോ പ്രാധാന്യമില്ല, മറിച്ച് ദൈവാശ്രയത്വത്തിനാണ് പ്രാധാന്യം. അവിടെ മനുഷ്യൻ സ്വയം എളിമയിലൂടെ രൂപാന്തരം പ്രാപിക്കുന്നു. സ്വന്തം കണ്ണുകളിൽ വിജ്ഞനെന്ന് കരുതപ്പെടുന്നവന് നാശം എന്നാണ്
ഏശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുക. എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ഈ പ്രതിബന്ധത്തെ മറികടക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ ആധ്യാത്മിക നാശത്തിലേക്ക് നമ്മളെ വഴിതെളിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ നന്മകളുടെയും സ്രോതസ്സ് അവിടുന്ന് മാത്രമാകിയാൽ നമ്മിൽ നിന്നും നന്മയായ ഒന്നും, ഒരു നല്ല പ്രവൃത്തിയോ ചിന്തയോ പോലും ഉത്ഭവിക്കുന്നില്ല. തങ്ങളിൽ തന്നെ ആശ്രയിക്കാതിരിക്കുവാനും തങ്ങൾ എന്തോ വലിയവരാണെന്ന് കരുതാതിരിക്കാനും തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ പ്രചോദിപ്പിക്കുന്നതിന് അവരുടെ ഹൃദയത്തിൽ ഈ സ്വർഗീയ വിത്ത് പാകാൻ അവിടുന്ന് ശ്രദ്ധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായത്തിലൂടെ ലോറൻസോസ് കുപ്പോളി പറയുന്ന ഈ ആശയത്തെ നമുക്കൊന്ന് ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെയൊക്കെ ആധ്യാത്മിക പരാജയം എവിടെയാണ് ആരംഭിച്ചത് എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. അത് ചെന്നെത്തുന്നത് പലപ്പോഴും നമ്മളിൽ തന്നെ ആശ്രയിച്ച നിമിഷങ്ങളിൽ നമുക്ക് സംഭവിച്ച അധപതനങ്ങളുടെ സാധ്യതകളിലേക്കായിരിക്കും. അതുകൊണ്ട് ജ്ഞാനിയായ ഒരു മനുഷ്യൻ സ്വയം എളിമപ്പെടണമെന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ് ഈ അധ്യായത്തിലൂടെ അദ്ദേഹം ആത്മീയ ചിന്തകളെ വികസിപ്പിച്ചെടുക്കുക. സ്വയം നിസ്സാരരാണെന്നും താനല്ല ദൈവമാണ് എല്ലാ നന്മകളുടെയും ഉറവിടവുമെന്ന ആശ്രയബോധത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികത വളരട്ടെ എന്നതാണ് ലോറൻസോസ് കുപ്പോളി നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. അദ്ദേഹം തുടർന്നിങ്ങനെ പറയുന്നുണ്ട്: ഒരു മനുഷ്യൻ പാപത്തിൽ നിബദിക്കുമ്പോൾ മാത്രമല്ല, നിർഭാഗ്യകരമായ സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും, പീഡനമോ സങ്കടമോ ഉണ്ടാകുമ്പോഴും, പ്രത്യേകിച്ച് ദീർഘകാലത്തേക്കുള്ളതോ വളരെ ക്ലേശകരമോ ആയ രോഗപീഠകൾ ഉണ്ടാകുമ്പോഴും ആത്മജ്ഞാനം, അതായത് തൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കുവാനും എളിമപ്പെടാനുമാണ് താൻ സഹിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നിരാശരാകേണ്ടതില്ല. മറിച്ച് സ്വയം എളിമപ്പെടാനും ദൈവാശ്രയബോധത്തേക്ക് വളരാനും അതിനെ സാധ്യതയായി രൂപാന്തരപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ഈ അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുക. തുടർന്ന് ദൈവാശ്രയബോധത്തിലേക്ക് വളരാൻ ആവശ്യമായ ചില സദ്ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അദൃശ്യ പോരാട്ടത്തിൽ നമ്മുടെ തന്നെ പ്രവൃത്തികളിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. നാം നമ്മിൽ തന്നെ ആശ്രയിച്ചാൽ നമ്മുടെ എല്ലാ പ്രത്യാശയും ഉപേക്ഷിച്ച് മറ്റൊരാശ്രയം കണ്ടെത്താതെ നിരാശരാവുകയും പോർക്കളത്തിൽ നിന്ന് ഉടനടി തോറ്റോടുകയും ശത്രുക്കളാൽ കീഴടക്കപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യുമെന്നത് ഉറപ്പാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമാർഗത്തിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും ഇത്തരത്തിൽ സ്വയം തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ പരിശീലിച്ചില്ല എങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെയധികമാണ് എന്ന് ഇവിടെ ലോറൻസോസ് കുപ്പോളി നമുക്ക് പറഞ്ഞു തരികയാണ്. നാം ഒന്നുമല്ലാത്തതുകൊണ്ട് നാം നമ്മിൽ തന്നെ പ്രത്യാശ അർപ്പിച്ചാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ശത്രുവിൻ്റെ ആക്രമണങ്ങളിലും നമ്മിലുള്ള എല്ലാ പ്രത്യാശയും തകർന്ന് നാം വീണുപോകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു വിവേകം നമുക്ക് വളരെ ജാഗ്രതയോടുകൂടെ പുലർത്താം. തുടർന്ന് ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം തുടർന്ന് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഒരു വ്യക്തി തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും ശരണം വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള വഴി അദ്ദേഹം പ്രതിപാദിച്ച് നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട്. തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തനിക്ക് തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനോഭാവം ഇല്ലെന്നും ദൈവത്തിലാണ് പൂർണ്ണമായും ശരണം വെച്ചിരിക്കുന്നതെന്നും അവിടുന്നിൽ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്നും കരുതുക സാധാരണമാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ പലപ്പോഴും നമ്മുടെ ആശ്രയം ദൈവത്തിലല്ല. ഇത് തിരിച്ചറിയാനുള്ള വിവേകമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് വിനീതമായ ശരണം ആഴമുള്ളതും കൂടുതൽ ശക്തവുമാക്കാൻ കൂടുതൽ യത്നിക്കാൻ അവനെ പ്രചോദിപ്പിക്കുന്നു. തൻ്റെ വീഴ്ചയ്ക്ക് കാരണമായ ആസക്തികളെ വെറുക്കുന്നതിനൊപ്പം ദൈവത്തെ വേദനിപ്പിച്ചതിൽ പശ്ചാത്തപിക്കുന്നതിന് സമാധാനപൂർണമായും ശാന്തമായും അധ്വാനിക്കുകയും ചെയ്യുന്നു. ചില വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിലെ ആസക്തികൾക്കുമേൽ ഭരണം നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനോട് പോരാടുവാൻ വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിക്കാറുണ്ട്. പക്ഷേ അവരങ്ങനെ പുണ്യപൂർണ്ണതയിലേക്ക് വളർന്നു എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അവർക്കൊരു അധപതനം സംഭവിക്കുന്നത്. ദൈവാശ്രയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും അത്തരം അധപതനങ്ങളുടെ വക്കിൽ അവർ ചഞ്ചലചിത്തരാവില്ല അല്ലെങ്കിൽ നിരാശരാവില്ല. കാരണം അവർക്കറിയാം
ദൈവമാണ് തങ്ങളെ വഴി നടത്തുന്നതെന്നും തങ്ങൾ ഇത്രയും കാലം കൃപയിൽ നിലനിന്ന് പോകുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണെന്നും തിരിച്ചറിയും. അതേസമയം തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു അധപതനത്തിൻ്റെ വക്കിലെത്തി നിന്നാൽ, അല്ലെങ്കിൽ അധപതനത്തിലേക്ക് ആ വ്യക്തി വഴുതി വീണാൽ ഉടനെ അദ്ദേഹം നിരാശനാവാൻ തുടങ്ങും. നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇതെനിക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തെറ്റിലേക്ക് പോയത്, ഇതൊരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലൊറൻസോ സ്കുപ്പോളി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അതിൻ്റെ കാരണം നമുക്ക് ദൈവാശ്രയബോധമില്ല എന്നുള്ളതാണ്. ദൈവാശ്രയബോധമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം അവനിലുണ്ടാകും. അപ്പോൾ ദൈവാശ്രയബോധം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിരാശയായിരിക്കും. കാരണം ഈ നിരാശ നമുക്കറിയാം, അത് ദൈവാത്മാവിൽ നിന്ന് വരുന്നതല്ല, പിശാചിൽ നിന്ന് വരുന്നതാണ്. നിരാശയ്ക്ക് സ്വയം തൻ്റെ ജീവിതത്തെ തീറെഴുതി കൊടുത്ത് ആ വ്യക്തി തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ ഈ കുറ്റബോധത്തിൽ ചിലവഴിക്കും. അപ്പോൾ കുറ്റബോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് പശ്ചാത്താപമാണ്. പശ്ചാത്താപമുള്ളൊരു വ്യക്തിയിൽ എളിമയുണ്ടാവും. ആ എളിമ എന്തിലേക്ക് നയിക്കും? ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആശ്രയബോധത്തിലേക്ക്. ഇതാണ് ലൊറൻസോ സ്കുപ്പോളി വളരെ പ്രാധാന്യത്തോടുകൂടെ ഈ ഭാഗങ്ങളിലൂടെ ഉയർത്തിക്കാട്ടുന്ന ഒരു ആധ്യാത്മിക ചിന്ത. നമുക്കിതിനെ രണ്ട് മാതൃക സുവിശേഷത്തിൽ കണ്ടെത്താൻ സാധിക്കും. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ പത്രോസ്. പക്ഷേ കണ്ണുനീരിലൂടെ സ്വയം വിശുദ്ധീകരിച്ച് തനിക്ക് സംഭവിച്ച തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ക്രിസ്തു സാക്ഷിയായി മരിക്കുന്ന ഒരു പത്രോസ് ഉണ്ടെങ്കിൽ, മറുഭാഗത്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത യൂദാസ് നിരാശയിലേക്ക് പോയി തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി പൈശാചിക ലോകത്തിന് വിട്ടുകൊടുത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ രണ്ട് സാധ്യതകളാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ ജീവിതത്തിലുള്ളത്. ഒന്നെങ്കിൽ ഇടർച്ചകളും പതർച്ചകളും ഉണ്ടാകുമ്പോൾ സ്നേഹപിതാവായ ദൈവത്തിലേക്ക് ഒരു ദൂർത്തപുത്രനെ പോലെ തിരിച്ചു വരാം. അവിടെ ഈശോ നമ്മളോടൊരു പരിഭവവും പങ്കുവയ്ക്കില്ല, മറിച്ച് സ്നേഹത്തോടെ നമ്മളെ ആഞ്ഞു പുൽകും. അതേസമയം സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിലോ അവനിൽ നിരാശയായിരിക്കും ഫലം. അവനെപ്പോഴും തനിക്കിത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയുള്ള ഒത്തിരിയേറെ വ്യക്തിപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിരാശയിലേക്ക് തങ്ങളുടെ ജീവിതത്തെ തീറെഴുതി കൊടുക്കും. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് സ്കുപ്പോളി ഓർമ്മപ്പെടുത്തുകയാണ്. വീണു പോകട്ടെ, സാരമില്ല, പക്ഷേ കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് ദൈവാശ്രയബോധമുള്ള വ്യക്തിക്ക് വീണ്ടും തൻ്റെ ജീവിതത്തെ നവീകരിക്കാനുള്ള സാധ്യത തുറന്നു നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ ലൊറൻസോ സ്കുപ്പോളി. ഇങ്ങനെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലും ഇതൾ വിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു അധ്യായത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് അജ്ഞത മനസ്സിനെ രോഗാതുരമാക്കാതിരിക്കാൻ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്നുള്ളതാണ്. പലപ്പോഴും വ്യക്തമായ അറിവിൻ്റെ അഭാവമാണ് നമ്മുടെ ആധ്യാത്മിക അപജയത്തിന് കാരണമായി തീരുന്നത് എന്ന് സ്കുപ്പോളി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിലുള്ള ശരണവും തന്നിൽ തന്നെയുള്ള വിശ്വാസമില്ലായ്മയും നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ ഒഴിവാക്കാനാകാത്തതാണെങ്കിലും അതിൽ തന്നെ വസിക്കുന്നത് നമ്മെ വിജയത്തിലേക്ക് നയിക്കില്ല. എന്നു മാത്രമല്ല, നാം കൂടുതൽ അപകടകരമായ തിന്മയിലേക്ക് പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവയ്ക്കൊപ്പവും അവയ്ക്ക് പുറമേയും നാം ചില നിശ്ചിത പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. ആത്മീയ ശിക്ഷണത്തിൻ്റെ അഭ്യാസങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് മനസ്സിൻ്റെയും ഇച്ഛാശക്തിയുടെയും അഭ്യാസമാണ്. അതായത് അജ്ഞതയെ മറികടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടത്തെ മറികടക്കണമെങ്കിൽ എപ്പോഴും ആത്മീയ ശിക്ഷണത്തിലും അഭ്യാസത്തിലും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ? അജ്ഞതയിൽ നമ്മുടെ ജീവിതം വലിയ അധപതനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് അദ്ദേഹം രണ്ട് മാർഗങ്ങളാണ് പ്രധാനമായിട്ടും ഉപദേശിക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക് തൻ്റെ സ്വർഗീയ പ്രകാശം ചൊരിയാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന പ്രാർത്ഥനയാണ്. നാം ദൈവത്തെ മാത്രം അന്വേഷിക്കുകയും നമ്മുടെ പരിചയസമ്പന്നമായ ആത്മീയ പിതാക്കന്മാരുടെ ഉപദേശങ്ങൾക്ക് സ്വയം വിധേയരായിക്കൊണ്ട് അവരോട് ആലോചിച്ച് മാത്രം
നാം എല്ലാം ചെയ്യുകയും എല്ലാറ്റിലും ദൈവ തിരുഹിതം മാത്രം അനുസരിക്കുന്നതിന് യത്നിക്കുകയും ചെയ്താൽ അവിടുന്ന് നിശ്ചയമായും ഇത് സാധിച്ചു തരും എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിനെ അഭ്യസിപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് നന്മയും തിന്മയും ഏതെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നതിനായി വസ്തുക്കളെ എപ്പോഴും പരിശോധിക്കുന്നതും അവയിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതുമാണ്. ലോകവും ഇന്ദ്രിയങ്ങളും വിധിക്കുന്നത് പോലെയല്ല നാം അവയെ വിലയിരുത്തേണ്ടത്, മറിച്ച് ശരിയായ കാലവും പരിശുദ്ധാത്മാവും വിലയിരുത്തുന്നത് പോലെ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിക്കണമെന്ന് പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആധ്യാത്മിക പരിസരത്തെ എപ്പോഴും വിശകലന വിധേയമാക്കാൻ വേണ്ട ഒരു വിവേകത്തിൻ്റെ തലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊരിക്കലും ആധ്യാത്മികതയിൽ വളരാൻ സാധിക്കില്ല എന്നാണ് ലോറൻസോ സ്കുപ്പോളി പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഈ ഒരു വിവേകവും ഈ ആധ്യാത്മികമായ പരിശീലനവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മെ പീഡിപ്പിക്കാൻ ഈ ലോകം തരുന്ന അപഖ്യാതികൾ, പരിഹാസങ്ങൾ എല്ലാം നമുക്ക് യഥാർത്ഥ മഹത്വം കൊണ്ടുവരുന്നതാണെന്നും അതിൻ്റെ പീഡനങ്ങൾ സന്തോഷമാണ് തരുന്നതെന്നും മനസ്സിലാക്കാനുള്ള ഒരു ആന്തരിക വിവേകം നമുക്കുണ്ടാകണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു വസ്തുത, വസ്തുക്കളെ നാം തെറ്റായി വിലയിരുത്തുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മളിലെ ആന്തരിക ജ്ഞാനത്തിൻ്റെ അഭാവമാണ് നമുക്ക് ചുറ്റിലുമുള്ള ആധ്യാത്മിക പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം. അത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥയാണ്. അവരുടെ ആന്തരിക നയനങ്ങൾ മൂടപ്പെട്ടു പോയി എന്നാണ് നമ്മൾ വചനത്തിൽ കാണുക. വചനത്തിൻ്റെ നിറവുള്ള ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ യഥോചിതം ക്രമപ്പെടുത്താൻ സാധിക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കൗദാശിക ജീവിതത്തിൻ്റെ വിശുദ്ധിയെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആന്തരിക നയനങ്ങൾ മൂടിപ്പോകും. അപ്പോൾ ഈ ആധ്യാത്മിക പരിശീലനത്തിൽ ഭാഗഭാക്കാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൻ്റെ ആന്തരിക നയനത്തെ എപ്പോഴും തുറന്നിരിക്കുവാൻ പര്യാപ്തമാക്കുക. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമുള്ളവർക്ക് മാത്രമാണ് ഈ ആധ്യാത്മിക ജീവിതത്തിലെ അന്ധകാരപ്രദമായി കിടക്കുന്ന ജീവിത പരിസരങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനെപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വസ്തുക്കളെ നാം തെറ്റായി വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ആന്തരിക നയനങ്ങൾ മങ്ങിപ്പോകുന്നു, അജ്ഞത നമ്മൾ ഭരണം നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ അപകടകരമായൊരു അവസ്ഥയെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ മനസ്സും ഇച്ഛാശക്തിയും തെറ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഇരുട്ടിൽ നിന്നും കൂടുതൽ ഇരുട്ടിലേക്കും പാപത്തിൽ നിന്ന് കൂടുതൽ പാപത്തിലേക്കും നമ്മൾ വീണുപോകുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഏതെങ്കിലും ഒരു പാപം ചെയ്തു പോയി, ദൈവാശ്രയബോധം ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിരാശ മൂലം ആ വ്യക്തി വീണ്ടും വീണ്ടും ആ പാപം ആവർത്തിച്ച് ചെയ്യും. ഇത് നിരാശ ആ വ്യക്തിയിൽ ഭരണം നടത്തുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ ആത്മീയ സന്ദേഹങ്ങളെയാണ് ലോറൻസോ സ്കുപ്പോളി ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിലും പഠനവിധേയമാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ഗ്രന്ഥം വിശുദ്ധ ഫ്രാൻസിസ് സാലസിന് വളരെയധികം പ്രചോദനം നൽകിയ ഒരു ഗ്രന്ഥമായിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ ഭക്തിമാർഗ പ്രവേശിക എന്ന് പറയുന്ന പുസ്തകം ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവാം. നമുക്ക് വരുന്ന ഏതെങ്കിലുമൊക്കെ അധ്യായങ്ങളിൽ ആ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഭക്തിമാർഗ പ്രവേശിക ക്രിസ്തീയ ആധ്യാത്മിക സാഹിത്യത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ദൈനംദിന ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങളിൽ നിന്ന് ചിലത് കടം കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ചില ആധ്യാത്മിക സങ്കല്പങ്ങൾ അവതരിപ്പിക്കുക. അതിൽ എന്നെ വളരെ ആകർഷിച്ച ഒരു ഘടകം, അത് ഈ പുസ്തകത്തിൻ്റെ വായനയുമായി ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിതാണ്, കാഞ്ഞിരമരത്തിലിരുന്ന് തേൻ കുടിക്കുന്ന തേനീച്ചയുടെ വിവേകം ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വ്യക്തി പിന്തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. കാഞ്ഞിരം നമുക്കറിയാം, അത് കൈപ്പേറിയ ഒരു വൃക്ഷമാണ്. അതിൻ്റെ പൂവിൻ്റെ ഇതളുകളിൽ നിന്ന് ഇരുന്നു കൊണ്ട് തേൻ കുടിക്കുന്ന ഒരു തേനീച്ച എന്ന് പറഞ്ഞാൽ തേൻ മധുരമുള്ളതാണ്. പക്ഷേ ആ കാഞ്ഞിരത്തിൻ്റെ പൂവിന് കയ്പുണ്ട്. ആ കയ്പ് തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാതെ മധുഗണങ്ങൾ മാത്രം തൻ്റെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുന്ന തേനീച്ച എന്ന് പറഞ്ഞാൽ
ഈ ലോകമെന്ന് പറയുന്ന ഒരു കാഞ്ഞിര മരത്തിൻ്റെ പൂവായി സങ്കല്പിച്ചാൽ അതിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അതിൽ നന്മയായിട്ടുള്ളതിനെ മാത്രം സ്വീകരിക്കുക, വിശുദ്ധിയുടെ തേൻകണങ്ങളെ മാത്രം സ്വീകരിക്കുക. ബാക്കിയുള്ളതെല്ലാം കൈപ്പുളവാക്കുന്ന ഈ ലോകത്തിൻ്റേതായ ജഡത്തിൻ്റേതായ ആസക്തികളെ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം വായിച്ചപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഭക്തിമാർഗപ്രവേശിയിൽ പറഞ്ഞ ഈ വിവേകത്തിൻ്റെ ഒരു തലം എനിക്കും അനുഭവപ്പെട്ടു. അതായത് നിരർത്ഥകമായ ജിജ്ഞാസയിൽ നിന്നും ഉപയോഗശൂന്യമായ അറിവുകളിൽ നിന്നും മനസ്സിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ലോറൻസോ സ്കുപ്പോളി പങ്കുവയ്ക്കുന്ന ഒരു ആധ്യാത്മിക സങ്കല്പം. തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഭക്തിമാർഗപ്രവേശിയിൽ പറഞ്ഞ ഈ ഉദാഹരണവുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആത്മീയമായ അധപ്പതനത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ദൈവാശ്രയ ബോധം കുറഞ്ഞു എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ മനസ്സ് നിരാശയിലേക്ക് വഴി പതറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ലോകവുമായി എവിടെയൊക്കെയോ മൈത്രീഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ള പ്രാർത്ഥനയും ഇതുതന്നെയാണ്. ലോകം വെച്ചു നീട്ടുന്ന കയ്പിനെ കയ്പായി തിരിച്ചറിയുവാനും ഈ ലോകത്തിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന നന്മയുടെ മധുകണങ്ങളെ ആത്മാവിലേക്ക് ആവാഹിക്കാനും നമുക്ക് ഈ പുസ്തകം കാരണമായി തീരട്ടെ. അഹന്തകളിൽ നിന്ന് നമ്മെ തന്നെ വിമോചിപ്പിക്കാതെ ഒരിക്കലും ആത്മീയ വളർച്ച സാധ്യമാവുകയില്ല എന്നുള്ള ആ ഒരു ധ്യാനചിന്ത നമ്മുടെ മനസ്സിൽ സജീവമാകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.